എവരിവൺ, ഇന്നത്തെ ഈ വീഡിയോ ഉണ്ടല്ലോ, രാവിലെ 8 o'clock തൊട്ട് 1 o'clock വരെയുള്ള ക്ലാസ്സും എക്സാംസും ഒക്കെ കഴിഞ്ഞിട്ട് ബാക്ക് ടു റൂമിൽ വന്നതിന് ശേഷമുള്ള ഒരു സ്റ്റഡി റൊട്ടീനാണ്. ഞാൻ ഇന്ന് ഓൾറെഡി നല്ല ടീഡിയസ് ആട്ടോ, കാരണം 2 എക്സാംസും പിന്നെ ബാക്ക് ടു ഓപ്ഷൻ്റെ ക്ലാസ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് ഓർത്താൽ അതിനെനിക്ക് പറ്റത്തില്ല. കാരണം ഇനി വരുന്ന ഡേയ്സിൽ കൂടുതൽ എക്സാംസ് ഉണ്ട്. ഈവൻ പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ടും ഉണ്ട്, മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ടും ഉണ്ട്. അതുകൊണ്ട് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ബാക്ക് ടു വന്ന് ഒട്ടും മൂടിയില്ലെങ്കിൽ ഞാൻ കുളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പഠിക്കാൻ വേണ്ടിയിരിക്കണേ. ഫുഡ് കഴിക്കാമെന്ന് ഓർത്തപ്പോഴത്തേക്ക് ടൊമാറ്റോ റൈസും നോൺ വെജ് ആയിരുന്നേ. അപ്പോൾ ഞാൻ നോൺ വെജ് അങ്ങനെ കഴിക്കാത്ത ഒരാളായതുകൊണ്ട് ഒരു സാലഡ് പ്രിപ്പയർ ചെയ്യുക. സീരിയസ്ലി ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് പഠിക്കുന്നതിനേക്കാളും ബോറുള്ളൊരു പരിപാടി കേട്ടോ ഈ കുക്കിങ്. എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യുക എന്നുള്ളത്. ഇതിലും എനിക്കിഷ്ടം പഠിക്കണം തന്നെയാണ്. എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സാലഡൊക്കെ ഒപ്പിച്ചിട്ട് ഫുഡ് കഴിക്കുക. നേരത്തെ എല്ലാ കാര്യത്തിലും അമ്മയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഞാനിപ്പം എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട്. ഒരു മര്യാദക്കൊരു കോഫി പോലും ഇട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ബട്ട് ഇപ്പം എനിക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്യണമല്ലോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു 2 o'clock ഒക്കെ കഴിഞ്ഞു കേട്ടോ. കാരണം ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ 1.5 ആയിരുന്നു. അപ്പോൾ ഫസ്റ്റിലേ ഞാൻ ചെയ്യുന്ന കാര്യം, ഞാൻ രാവിലെ തന്നെ പോയതുകൊണ്ട് ടു ഡു ലിസ്റ്റ് ഒന്നും എഴുതിയിട്ടില്ല. ഇപ്പം ഞാൻ വീക്കിലി ആട്ടോ ടു ഡു ലിസ്റ്റ് എഴുതുന്നത്. അന്നന്ന് പഠിക്കേണ്ട ടോപ്പിക്സ് മാത്രം അപ്പം തന്നെ എഴുതി ടാർഗറ്റ് ഇട്ട് പഠിക്കും. ഹവേഴ്സ് വെച്ചാണ് പഠിക്കുക. ഇപ്പം ഓൾറെഡി സ്റ്റഡി തുടങ്ങിയപ്പോൾ തന്നെ ടു ലേറ്റാണേ. ഇപ്പം ഞാൻ പലപ്പോഴും വെള്ളം കുടിക്കാൻ മറന്നു പോകുന്നുണ്ട്. അപ്പം അതനുസരിച്ചുള്ള കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെള്ളം എടുത്ത് വെച്ചാലും ഞാൻ ചില സമയത്ത് ഇങ്ങനെ മറന്നു പോകും. അപ്പം നിങ്ങളാരും മറക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇതിവിടെ പറഞ്ഞത്. ഞാൻ തന്നെ പ്യുവർലി ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ 2 hours വരെ ചില ദിവസങ്ങളിൽ ഫോൺ യൂസ് ചെയ്യുമായിരുന്നു. കോള് വിളിക്കണേ ആവാം, അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഡേയ്സായിട്ട് ഞാൻ അതിൽ നല്ലൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം മാക്സിമം പോയാൽ 30 minute ഫോൺ യൂസ് ചെയ്യുന്നത്. ആ 30 minute വീട്ടിൽ വിളിക്കുക തന്നെ ആവും, അല്ലെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാറുണ്ട് ഞാൻ ഇടയ്ക്ക്. അതിനു വേണ്ടി മാത്രമേ ഉള്ളൂ മെസ്സേജ് നോക്കലും സ്ക്രോളിങ്ങും എല്ലാം ഞാൻ ഫുള്ളി സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുക. അതുകൊണ്ടാട്ടോ നിങ്ങളുടെ കോമൻസിനൊന്നും ഫുൾ റിപ്ലൈ തരാൻ എനിക്ക് പറ്റാത്തത്. ഇപ്പോഴത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് നല്ല ഹെക്റ്റിക്കാട്ടോ. കാരണം 12 hours 13 hours അല്ലെങ്കിൽ 15 hours ഡെയിലി പഠിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ബട്ട് ഇടയ്ക്ക് ഇങ്ങനെ ക്ലാസ്സും എക്സാംസൊക്കെ വരുന്നത് കൊണ്ട് സ്കിപ്പ് ആവാറുമുണ്ട്. എങ്കിലും ഡെയിലി ഈ ഏറ്റവും കുറഞ്ഞത് ഒരു 6 hours എങ്കിലും ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് പഠിക്കാൻ ഞാൻ മാക്സിമം ഫോഴ്സ് ചെയ്യാറുണ്ട് എന്നെ തന്നെ. ഈ പ്രൊഡക്റ്റീവായി ഇരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് ടു ഡു ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഞാൻ ജേർണലും എഴുതാറുണ്ട്, ഡെയിലി ഉള്ള ടു ഡു ലിസ്റ്റും എഴുതാറുണ്ട്. ഡെയിലി എത്ര സബ്ജക്റ്റ് പഠിക്കണം എന്നുള്ള കാര്യം ഡെയിലി ടു ഡു ലിസ്റ്റ് പോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് വേറെ തന്നെ നോട്ട് ചെയ്യും. അത് വീക്കിലി ആട്ടോ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ കൊമൻസിൽ കാണാറുള്ളൊരു ക്വസ്റ്റ്യനാണ്, പ്രൊഡക്റ്റീവായിരിക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, കൂടുതൽ ടൈം ഫോക്കസ്ഡ് ആവാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എനിക്കിപ്പോൾ വരാറുണ്ട്. ഈവൻ ടെലിഗ്രാമിലടക്കം. പണ്ട് ഞാനും ഈ ഒരു സിറ്റുവേഷനിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇതിന് മെയിൻ കാരണം പ്രൊക്കാസ്റ്റിനേഷൻ തന്നെയാണ് കേട്ടോ. നമ്മൾ ഒരു കാര്യം വേണമെന്ന് നമ്മുടെ മനസ്സിൽ നമ്മളൊരു കാര്യം നേടിയെടുക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാളെ ആവട്ടെ, അല്ലെങ്കിൽ 1 week കഴിയട്ടെ, അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ നിങ്ങൾക്ക്? എനിക്കിതാ കുറച്ച് മുന്നേ അങ്ങനെ തോന്നിയതേ ഉള്ളൂ. തോന്നിയപ്പോഴാണ് ഈ വീഡിയോ തന്നെ എടുക്കാമെന്ന് ഓർത്തിട്ടുണ്ടായിരുന്നത്. കാരണം 2 എക്സാം കഴിഞ്ഞു, ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇന്നിനി പഠിക്കേണ്ട, നാളെ പഠിച്ചാൽ മതിയല്ലോ, ഇന്ന് കുറച്ച് ക്ലാസ്സൊക്കെ കേട്ടല്ലോ, കുറച്ച് പ്രൊഡക്റ്റീവാന്ന് പറയാമല്ലോ എന്നോർത്തു. പിന്നെ ഞാൻ ഓർത്തു, അങ്ങനെയല്ലല്ലോ ഞാൻ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നാളെ വീണ്ടും വേറൊരു റീസൺ ഉണ്ടാക്കി വീണ്ടും പ്രൊക്കാസ്റ്റിനേഷൻ എൻ്റെ ഒരു ഹോബിയായി മാറില്ലേ എന്ന് ഞാൻ തന്നെ തിങ്ക് ചെയ്തു. അപ്പോൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് 6 hours എനിക്ക് എന്താണെങ്കിലും പഠിക്കണം. 6 hours കൊണ്ട് തീർക്കാൻ വരുന്ന ടോപ്പിക്സാണ് ഞാൻ ടു ഡു ലിസ്റ്റിൽ എഴുതിയിട്ടുള്ളൂ. അത് എപ്പോൾ തീരുന്നോ അതുവരെ പഠിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഒരു 3 o'clock ഏകദേശം ഒരു 3 o'clock ആയിട്ടോ ഞാൻ കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക്. അപ്പം 6 hours ഇട്ടെങ്കിലും 3 hours വെച്ച് പഠിക്കണം എന്നാണ് വിചാരിക്കുന്നത്. മേ ബി ആദ്യത്തെ 3 hours വലിയ ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ പോകായിരിക്കും. പിന്നീടുള്ള 3 hours എനിക്ക് ഭയങ്കര ടഫായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടോ പഠിക്കാനിരിക്കുമ്പം, അല്ലെങ്കിൽ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കോഴ്സ് ചെയ്യാൻ തുടങ്ങുമ്പം എപ്പോൾ തുടങ്ങണം,
ഇന്ന് തൊട്ട് തുടങ്ങണം, അല്ലെങ്കിൽ പുതിയ മന്തൊക്കെ തിരക്കി 1-ാം തീയതി മുതൽ ഞാൻ നല്ല പ്രൊഡക്റ്റീവ് ആയിരിക്കും. പക്ഷേ 1-ാം തീയതി ആവും, 2-ാം തീയതി ആവും, 3-ാം തീയതി ആവും, സെയിം കണ്ടീഷനിൽ അങ്ങനെ തന്നെ പോവും. അതിന് പറയുന്ന പേരാണ് പ്രൊക്കാസ്റ്റിനേഷൻ. ഇത് ഏറ്റവും കൂടുതൽ ഞാൻ ഫേസ് ചെയ്തൊരു കാര്യം ആയതുകൊണ്ടാട്ടോ ഞാൻ വളരെ കറക്റ്റായിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മളുണ്ടല്ലോ കുറേ കാലം കഴിയുമ്പം അതിനു വേണ്ടി കുറേ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും ആ ഒരു ഹോബി നമ്മൾക്കുണ്ടെങ്കിൽ. അപ്പം നമുക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്തിട്ട് മാക്സിമം അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. എനിക്കിപ്പം എനിക്ക് ഭയങ്കര സ്ക്രോളിങ് ടൈം കൂടുതലായിരുന്നു, ഈവൻ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും. അപ്പം ഞാൻ തന്നെ അത് മാറ്റണം എന്നുള്ളൊരു രീതിയിലോട്ട് വന്നു. ഡിസംബർ തൊട്ട്, അല്ലെങ്കിൽ അത് ഇടയ്ക്ക് എപ്പോഴോ മാറ്റണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെയും ഓർത്തു ഡിസംബർ 1 തൊട്ട് മാറ്റാം എന്നോർത്തു. അപ്പോൾ ഡിസംബറിന് മുന്നേ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു ടൈം കുറച്ച് കൊണ്ടുവരണമെന്ന്. അങ്ങനെയാണ് ഇപ്പം എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് ഞാൻ വെറുതെ ഇരുന്നാലും സ്ക്രോൾ ചെയ്യൽ ഇല്ല. മാക്സിമം ചെയ്യണത് ഞാൻ പറഞ്ഞ കണക്ക് കണ്ട സീരീസ് മൾട്ടിപ്പിൾ ടൈമിൽ കാണും, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും വിളിക്കും, ജസ്റ്റ് അത്ര ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിനെ വിളിക്കും, അങ്ങനെ അങ്ങ് കഴിയുമേ. ഫോൺ യൂസിങ് കുറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറേ ടൈം കിട്ടിയ എനിക്കിപ്പോൾ തോന്നാറുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര സ്ക്രോളിംഗ് ആയിരുന്നു. സ്ക്രോളിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഡേ അങ്ങനെയൊന്നുമല്ല, 1 hours എങ്ങനെ പോയാലും 2 hours എങ്കിലും ഡെയിലി സ്ക്രോളിംഗ് ഉണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ മാക്സിമം കുറച്ച് 30 മിനിറ്റിലോട്ടാക്കി. ഈ 30 മിനിറ്റിലും കോൾ ചെയ്യലും അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ എന്തെങ്കിലും സ്റ്റോറി ഇടലും മാത്രമായിട്ടാണ് ഫോൺ യൂസ് ചെയ്യുന്നത്. 3 hours കുറച്ചും കൂടെ കൂടുതൽ ഇരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇനി ഇപ്പം ഞാനൊരു ബ്രേക്ക് എടുത്തു, 3 hours കഴിഞ്ഞ്. ഈ ബ്രേക്കിന് ശേഷമുള്ള ടൈം എന്ന് പറയുന്നത് എനിക്ക് ചിലപ്പം ഓരോ 1 hourലും അല്ലെങ്കിൽ 45 മിനിറ്റിലും ബ്രേക്ക് വേണ്ടി വരും. കാരണം ഓൾറെഡി ഞാൻ നല്ല ബേൺ ഔട്ടാണ് ഇപ്പം തന്നെ. അപ്പോൾ 6 to 7 o'clock വരെ ബ്രേക്ക് എടുത്ത് 1 hour ബ്രേക്ക് എടുക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ടൊരു 2 hours ഒക്കെ കണ്ടിന്യൂസ് ഇരിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തു. ഈ ബ്രേക്ക് എടുക്കുന്ന ടൈമിൽ ഫോൺ യൂസ് ചെയ്യൽ ഞാൻ മൊത്തത്തിൽ നിർത്തി. അപ്പം നേരത്തെ ഇങ്ങനെ കൂടുതൽ ടൈം ഇപ്പം വീഡിയോ ചെയ്യുന്ന ടൈമിൽ ഇപ്പം വീഡിയോ ചെയ്യുന്ന ടൈമിൽ അങ്ങനെ ഫോൺ യൂസ് ചെയ്യാറില്ല. അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല, ഇപ്പോൾ 2 hours 3 hours ഒക്കെ ഡെയിലി ചുമ്മാ സ്ക്രോൾ ചെയ്ത് വെറുതെ എൻ്റെ ടൈം കളയുമായിരുന്നു. ആ ഒരു ടൈമിൽ ന്യൂസ് പേപ്പർ വായിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എഡിറ്റോറിയൽ നോക്കാനോ നോട്ട്സ് മേക്ക് ചെയ്യാനോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് ഞാൻ ഓർത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു കോഫിയൊക്കെ ഇട്ട് ബാക്ക് ടു സ്റ്റഡി ചെയ്യാം എന്നോർത്തു. സത്യം പറഞ്ഞുണ്ടല്ലോ, ഈ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഹാബിറ്റ്സ് ആക്കി മാറ്റണം. അതിവൻ പഠിക്കാനുള്ള കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ എന്ത് കാര്യം ചെയ്താലോ, നമ്മൾ വർക്ക് ചെയ്യുന്ന പ്ലേസിലോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലോ അന്നെന്നുള്ളത് പഠിക്കുക, ഡെയിലി പ്രൊഡക്റ്റീവായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് നമ്മളുടെ ഒരു ഹാബിറ്റ്സ് ആക്കി മാറ്റണം. അങ്ങനെ ബാക്ക് ടു ഒരു 7 o'clock ഒക്കെ കഴിഞ്ഞു കേട്ടോ. ബാക്ക് ടു വന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരിക്കുകയാണ്. ഇനി 3 hours ആണ് നെക്സ്റ്റ്. ഈ ഒരു ടൈം തീരുന്നിടം വരെ എനിക്ക് പഠിക്കണം. ഇപ്പം തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത്ര വലിയ ഒന്നുമല്ല, എങ്കിലും ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് കിടക്കാം എന്ന രീതിയാണ്. കാരണം ഇത് ഇന്ന് ചെയ്തില്ലെങ്കിൽ നാളെ ഞാൻ കൂടുതൽ എഫേർട്ട് ഇടണം. അതുകൊണ്ട് തന്നെ മാക്സിമം തീർക്കുമ്പോൾ നാളത്തെ എൻ്റെ എഫേർട്ട് കുറഞ്ഞിരിക്കും. ഇതുണ്ടോ, ഞാൻ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക്, അതായത് ഏകദേശം ഒരു 40 മിനിറ്റ് പോലും ആവുന്നതിന് മുന്നേ ഞാൻ ഫുൾ ബേൺ ഔട്ടായിരുന്നു. നമ്മളങ്ങനെ ബേൺ ഔട്ട് ആവുന്ന ടൈമിലുണ്ടല്ലോ, നമുക്കിഷ്ടമുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്തെങ്കിലും, ചിലപ്പോൾ നിങ്ങൾക്ക് റീഡ് ചെയ്യാനൊക്കെ ഇഷ്ടമാണെങ്കിൽ ഫോൺ യൂസ് ചെയ്താൽ മെൻ്റലി ഓക്കെ ആണെന്നുള്ളവർക്ക് നോട്ട് പ്രോബ്ലം. അല്ലാത്തവർ ഒരിക്കലും വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ. ചിലർ ബുക്സ് വായിക്കും. ഞാൻ ഇടയ്ക്ക് കണ്ട സീരീസ് തന്നെ ഞാൻ പറഞ്ഞല്ലോ, അത് കാണുമ്പം ഞാൻ കുറേ ഓക്കെ ആവും, എന്നിട്ട് വീണ്ടും ബാക്ക് ടു വരും. എങ്ങനെ പോയാലും ഇപ്പം 2 പേജ് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും 2 പേജ് പഠിക്കുക, കുറച്ച് റെസ്റ്റ് എടുക്കുക, പിന്നെ പഠിക്കുക, അങ്ങനെ ചെയ്താൽ മതി. അപ്പം അധികം ബേൺ ഔട്ട് ആവില്ല, നമ്മളപ്പം അധികം ടീഡിയസ് ആവില്ല. ഒരു ലോങ് ടൈമിന് ശേഷം നിങ്ങൾ പഠിച്ചു തുടങ്ങുവാണെങ്കിൽ, ഇതൊക്കെ ഞാൻ എൻ്റെ മുന്നിലത്തെ വീഡിയോയിൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങളൊരു സ്മോൾ ടാർഗറ്റിൽ പഠിച്ചു വരിക. ആദ്യത്തെ ഡേ ഒരു 2 hours, ആ ഒരു വീക്ക് മൊത്തം 2 hours പഠിച്ചാൽ മതി. പിന്നീട് 3 hours 4 hours അങ്ങനെ കൂട്ടിക്കൊണ്ടുവരിക. ഇപ്പം ഒരു ദിവസം 2 hours പഠിക്കുന്നവർ നെക്സ്റ്റ് ഡേ പഠിക്കുമ്പം അല്ലെങ്കിൽ 2.5 hours പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയും നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഈ വീക്കിൽ 2 hours പഠിച്ചാൽ നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ 4 hours 6 hours 8 hours അങ്ങനെ കൂട്ടി മാത്രമേ നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റത്തുള്ളൂ. ഏറ്റവും കൂടുതൽ വരുന്ന കോമൻസ് ആണ്, ഈവൻ ടെലിഗ്രാമിലടക്കം, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ അതിന് സ്ട്രാറ്റജി ഒന്നുമില്ല. അതിന് പറയുന്ന പേരാണ് ഭയങ്കര മടിയാണ് പഠിക്കാൻ. അതാണ് ആക്ച്വലി കാരണം. പഠിക്കുന്നതിന് നമുക്ക് എന്താ തടസ്സം ഉണ്ടാവുക? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒട്ടും പഠിക്കാൻ പറ്റില്ലെങ്കിൽ 2 hours നിങ്ങൾ പഠിച്ചാൽ മതി ഡെയിലി. പിന്നെ അത് നമ്മൾ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. എനിക്കൊരു 2 days കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ടെസ്റ്റ് ഉണ്ട് ഫോർ പ്രിലിംസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനു വേണ്ടി ഡെയിലി 2 hours ഫോക്കസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഈ ഒരു ടെക്സ്റ്റ് ഞാൻ ഫസ്റ്റ് ടൈം പഠിക്കാം കേട്ടോ. എങ്കിലും ഇത് ഞാൻ പഠിക്കുന്നേ ഇല്ല മൊത്തമൊന്നും. ഇതിൽ മാക്സിമം നമ്മൾ റിപ്പീറ്റ്ലി വരുന്ന ക്വസ്റ്റ്യൻ്റെ ആ ഒരു ഏരിയ എടുത്ത് മാത്രം 1-2 ചാപ്റ്റർ ജസ്റ്റ് വായിച്ചിട്ട് ഏതെങ്കിലും കുഞ്ഞു ഷോർട്ട് നോട്ട്സ് നോക്കി റിവൈസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത്. ഏകദേശം ഞാൻ ന്യൂസ് പേപ്പർ രാവിലെ ഞാൻ വായിച്ചിരുന്നു. എന്നാലും എനിക്ക് കുറച്ചും കൂടെ ബാലൻസ് വായിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതുമാത്രം പെൻഡിങ് വന്നു. ബാക്കിയെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ എനിക്ക് ഭയങ്കര തലവേദന ആയിരുന്നതുകൊണ്ട് തന്നെ ന്യൂസ് പേപ്പറും കൂടെ അല്ലെങ്കിൽ ഞാൻ വായിച്ചിട്ടേ കിടക്കുകയുള്ളായിരുന്നുള്ളൂ. അപ്പോൾ ഒരു 11 o'clock മുന്നേ തന്നെ തീർന്നു കേട്ടോ. ഒരു 10:30 ഒക്കെ ആയപ്പോഴത്തേക്ക് ഫുൾ പഠിത്തം കഴിഞ്ഞു. നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് ഈവൻ പ്രിലിംസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈവൻ JEE എക്സാമിന് വേണ്ടി അങ്ങനെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് മെറ്റീരിയൽസ് വാരി വലിച്ച് പഠിക്കാതെ പഠിക്കുന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ക്ലാരിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. പ്രിലിംസിന് വേണ്ടി പഠിക്കുന്നവർ ഇനിയുള്ള 6 months നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടണം കേട്ടോ. എല്ലാ ദിവസവും 10+ hours പഠിക്കാനും ശ്രമിക്കണേ.